അപ്പം പി എയുടെ ലിസ്റ്റിങ് കാര്യങ്ങളൊക്കെ 12 എക്സ്ചേഞ്ചിലാണ്, 12 സെക്സിലാണ് ലിസ്റ്റിങ്. ഫെബ്രുവരി 20 ഉച്ചയ്ക്ക് ശേഷം 1:30ക്കാണ് ലിസ്റ്റിങ് നമ്മുടെ ഇന്ത്യൻ ടൈം. അപ്പം ഇതിനകത്ത് അതിൻ്റെ സപ്ലൈയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 100 ബില്യൺ ആണ്. ഇതിലൊരു സർക്കുലേഷൻ ചെയ്യുന്ന ഒരു 10 ബില്യൺ ഒക്കെ ആയിരിക്കും. ബാക്കി എത്ര ലോക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 10 ബില്യൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന. ഈ ഒരു പറയുന്ന ഈ $5 അതൊക്കെ പോകുമെന്ന് ചോദിച്ചാൽ അത്രയൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു സപ്ലൈ സർക്കുലേറ്റിംഗ് ചെയ്യുന്ന ആയാലും നമുക്കൊരു ഇത്രയൊരു ഭയങ്കര ഒരു പെർഫോമൻസ് അല്ലെ ഒരു വൈറലായിട്ടുള്ളൊരു സംഭവമാണല്ലോ പി എ എന്ന് വെച്ചാൽ 6 വർഷം കൊണ്ട് ഏറ്റവും ഒരു സ്ലോ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് എന്നും പറയാം. എന്ന് വെച്ചാൽ 6 വർഷം എടുത്തു അത് ലിസ്റ്റ് ആവാനും കാര്യങ്ങളുമൊക്കെ. അപ്പം അത്രയും സമയം 6 വർഷം എന്ന് പറയുന്നത് ചെറുതല്ലല്ലോ. അപ്പം അത്രയും ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം വന്ന ഈ ഒരു സംഭവത്തിന് ഓൾറെഡി ഒരു പ്രൈസ് ഒരു $2 എത്തണം. ഇപ്പം മാക്സിമം $1 താഴെയൊക്കെ പോകാനാണ് സാധ്യത കൂടുതൽ ഈ ഒരു സപ്ലൈ വെച്ചാണ്. അപ്പോൾ ക്രിപ്റ്റോയാണ് എന്ത് സംഭവിക്കാം, ചിലപ്പോൾ നല്ല രീതിയിലൊരു ഹൈപ്പ് ഉണ്ടാവും, ചിലപ്പോൾ നല്ല രീതിയിൽ പ്രൈസ് താഴെയാവും ലിസ്റ്റിംഗ് ഒക്കെ. ഓക്കെ, അടുത്ത് നമുക്ക് വിഡ്രോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് വന്നേക്കുന്നതെന്ന് പറയാം. ഒന്നാമത് ഓഗസ്റ്റ് എക്സ്ചേഞ്ച്, അതായിരുന്നു ഫസ്റ്റ് ലിസ്റ്റിംഗ് ചെയ്തത്. ഓക്കെ, ഫെബ്രുവരി 20 ആ ഒരു 8 മണി UTC എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ടൈം 1:30ക്കാണ്. അപ്പോൾ ഓൾറെഡി ഇവരുടെ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറ്റുന്നുണ്ട്, പക്ഷേ അവരുടെ നമ്മുടെ ഇത് പറ്റത്തില്ല, അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയിലില്ല. അപ്പോൾ അടുത്ത ബിട്രൂ ആണ്. പിന്നെ മൂന്നാമത് ബിറ്റ്ഗെറ്റ്, നാലാമത് ക്യൂകോയിൻ ലിസ്റ്റിംഗ് ഉണ്ട്, ഗേറ്റ്.io ലിസ്റ്റിംഗ് ഉണ്ട്, 6ാമത് ബൈബിറ്റ്, 7ാമത് വിങ്കെക്സ്, 8 കോയിൻ ടൈഗർ, 9 ഹോട്ട്ബിറ്റ്, 10 MEXC, 11 എൽബാങ്ക്, പിയോനെക്സ്, 12 പിയോനെക്സ്. ഇത്ര എക്സ്ചേഞ്ചിലാണ്. ഓക്കെ, അതിപ്പോൾ ഇതിനകത്തൊന്നും ട്രേഡിങ് എപ്പോഴാണെന്ന് കൊടുത്തിട്ടില്ല ചില എക്സ്ചേഞ്ചുകളിൽ. ബാക്കി എല്ലാത്തിലും ട്രേഡിങ്ങിൻ്റെ ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ബിറ്റ്ഗെറ്റ് വരെ ഉള്ളതാണ് ട്രേഡിങ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് ആ ഒരു വിഡ്രോവൽ സ്റ്റാർട്ടിങ് ഇതാണ്, പക്ഷേ ആ ഒരു ഡെപ്പോസിറ്റ് ഇതിനകത്തും കൊടുത്തിട്ടില്ല. നമ്മുടെ ആ ഒരു ഓഗസ്റ്റിൽ മാത്രമേ ഉള്ളൂ ഡെപ്പോസിറ്റും ഒക്കെ കൊടുക്കാനുള്ള പറ്റുന്നത്. അതൊന്നും ഇപ്പോൾ അവർ കോർ ടീം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും ഒരു 12 എക്സ്ചേഞ്ച് ലിസ്റ്റായിട്ടും ബൈനാൻസ് പോലുള്ള ഒരു വലിയ എക്സ്ചേഞ്ച്, അതുകൊണ്ട് കോയിൻ ബേസ്, ഇതിലൊക്കെ ലിസ്റ്റിംഗ് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു പ്രൈസും ഒക്കെ പോകാൻ സാധ്യതയുള്ളത്. പിന്നെ ഈ ഒരു സപ്ലൈ വെച്ചുകൊണ്ടൊക്കെ എത്ര വരെ പോകുന്നത് നമുക്കറിയാൻ പറ്റില്ല. ഓവറായിട്ട് പ്രൈസൊന്നും ആരും തിങ്കൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ അതൊക്കെ ചെറിയ തിങ്ക് ചെയ്താൽ മതി. പക്ഷേ അത് 6 വർഷം ഇത് ചെയ്തവരല്ലേ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളും ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലോക്കലും കാര്യങ്ങളുമാണ്. ഇപ്പോഴെന്തൊക്കെയാലും ഒന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു ഉള്ളവർക്ക് നല്ലൊരു പ്രൈസ് കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പം ഈ ഒരു സപ്ലൈ വെച്ചുകൊണ്ടാണ് ഞാൻ $1 കൂടുതലൊക്കെ പോകാൻ സാധ്യതകൾ കുറവാണെന്ന് പറയുന്നത്. ഇനി ക്രിപ്റ്റോ ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇത്ര ഒരു വൈറലായിട്ടുള്ളൊരു സംഭവമല്ലേ പി എ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.